ബൈബിളും സിറിയയുമായി ബന്ധിപ്പിച്ചുള്ള 10 കാര്യങ്ങൾ. അരനൂറ്റാണ്ട് കാലത്തെ സിറിയയുടെ ഏകാധിപത്യം അവസാനിച്ചു. ബഷാർ അൽ അസദ് എന്ന് പറയുന്ന ഏകാധിപതി രാജ്യം വിട്ടോടി. അദ്ദേഹം റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലുള്ള വിമത സേന അലാപ്പോയിൽ നിന്ന് 11 ദിവസങ്ങൾ കൊണ്ട് ദമാസ്കസിലേക്ക് വിജയക്കുതിപ്പ് നടത്തി ആ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു. ദമാസ്കസ് ആഘോഷ തിമിർപ്പിലായിരുന്ന രാത്രിയിൽ ആരും അറിയാതെ ഇസ്രായേൽ ഗോലാൻ കുന്നിന്റെ താഴ്വാരങ്ങൾ കൂടെ സൈന്യത്തെ അയച്ച് പിടിച്ചെടുത്ത് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അതിരിനെ വിശാലമാക്കി. ഇറാന്റെയും റഷ്യയുടെയും ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെയും പിന്തുണയോടെ അടിച്ചമർത്തി ഭരിച്ച അസദ് രാജ്യം വിട്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് സിറിയയിൽ ഇനി അധികാരം കൈയാളാൻ പോകുന്നത് എന്നുള്ളത്, പഴയ ഐസിസിന്റെ പ്രേതമാണ് ഭരണം നടത്താൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഭയത്തോടെ ലോകം നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ സിറിയയിലെ സമകാലിക സംഭവങ്ങളെ വിശകലനം ചെയ്യുവാനല്ല ഞാൻ തയ്യാറാകുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് സിറിയ. സിറിയയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സിറിയയിലെ പ്രമുഖ നഗരങ്ങളായ ദമാസ്കസും അന്ത്യോക്യയും ഒക്കെ വേദപുസ്തകത്തിൽ പലതവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളും സിറിയയുമായി ബന്ധിപ്പിച്ചുള്ള 10 കാര്യങ്ങൾ. 1. ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തെ പഴയ നിയമത്തിൽ അരാമ്യരുടെ ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആരാണ് അരാമ്യർ? നോഹയുടെ പുത്രനായ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് അരാമ്യർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. 2. അബ്രഹാമിന് സിറിയയുമായി ബന്ധങ്ങളുണ്ട്. ദൈവത്തിന്റെ വിളി കേട്ട് കൽദായ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന അബ്രഹാം സിറിയയിലെ ഹാരാനിലാണ് വന്ന് പാർക്കുന്നത്. ഹാരാൻ ഇപ്പോൾ തുർക്കിയിലെ ഒരു പ്രദേശമാണ്. എന്നാൽ പഴയകാല സിറിയയുടെ ഭാഗമായിരുന്നു ഹാരാൻ. ഇന്നത്തെ സിറിയയിൽ നിന്ന് 12 മൈൽ മാത്രം ദൂരത്തിലാണ് ഹാരാൻ പ്രദേശം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യൻ മരുഭൂമിയെ ചുറ്റി യാത്ര ചെയ്ത അബ്രഹാം ഹാരാനിൽ നിന്ന് സിറിയയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ അലാപ്പോ, ദമാസ്കസ് വഴിയാണ് ബഥേലിലേക്കും ഹെബ്രോനിലേക്കും യാത്ര ചെയ്തത്. അബ്രഹാമിന്റെ സിറിയൻ ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കും അബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബും ഭാര്യമാരെ കണ്ടെത്തിയത് സിറിയൻ പ്രദേശങ്ങളിൽ നിന്നാണ്, പത്തനാരാമിൽ നിന്നാണ്. 3. ദാവീദ് രാജാവിന്റെ കാലത്ത് അരാമ്യരുമായി യുദ്ധമുണ്ടാകുകയും 27,000 പേരെ സംഹരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ദമസ്കോസ് പട്ടണം ദാവീദ് തന്റെ ഒരു സാമന്ത രാജ്യമായി നിലനിർത്തുകയും അവിടെ നിന്ന് കപ്പം പിരിക്കുകയും ചെയ്തിരുന്നു. 4. പ്രവാചകനായ ഏലീശയുടെ കാലത്ത് അരാമിലെ രാജാവിന്റെ സൈന്യാധിപനായ നയമാൻ കുഷ്ഠരോഗിയായപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. രോഗസൗഖ്യത്തിനു വേണ്ടി ഇസ്രായേലിലെ നദിയായ യോർദാനിൽ മുങ്ങുവാൻ പ്രവാചകൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ നയമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ ദേശത്ത് മനോഹര നദികളായ അബാനയും പർപ്പരും ഉണ്ടായിട്ട് ഞാൻ എന്തിന് ഇവിടെ വന്ന് മുങ്ങണം? ഈ അബാനയും പർപ്പരും ദമാസ്കസിലെ മനോഹരമായ 2 നദികളാണ്. ഇന്ന് മറ്റു പേരുകളിലാണ് അതറിയപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഇതുപോലെ നിരവധി പരാമർശങ്ങൾ അരാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ദമസ്കോസിനെ കുറിച്ച്, അതും അല്ലെങ്കിൽ സിറിയയെ കുറിച്ചൊക്കെ ഉണ്ട്. 5. പ്രവചനങ്ങളിൽ സിറിയയെ കുറിച്ചും സിറിയയിലെ പട്ടണമായ ദമസ്കോസിനെ കുറിച്ചും കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരമാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദമ്മേശേക്കിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. മറ്റൊരു വാക്യം യെശയ്യാ പ്രവചനത്തിലാണ്, 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം: ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു, അത് ശൂന്യ കൂമ്പാരമായി തീരും. പ്രവചനങ്ങൾ വലിയ വ്യാഖ്യാനമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ദൈവ ജനത്തിനെതിരായി നിലകൊണ്ട ദമ്മേശേക്കിന്റെ അല്ലെങ്കിൽ ദമാസ്കസിന്റെ തകർച്ചയെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 6. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു ജനിക്കുന്ന കാലത്ത് സിറിയ ഒരു രാജ്യമായി പരിണമിച്ചിട്ടില്ല, ഒരു നാട്ടുവാഴി പ്രദേശം മാത്രമാണത്. ആ കാലത്ത് അവിടുത്തെ നാടുവാഴിയായി വാണിരുന്നത് ഖുറേന്യൂസ് ആണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ
ആ അത്ഭുതങ്ങളെ കുറിച്ചുള്ള വാർത്ത സിറിയയിൽ മുഴുവൻ പടർന്നു എന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7, അന്ത്യോക്യ. അന്ത്യോക്യയ്ക്ക് ക്രൈസ്തവ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സിറിയയിലെ പട്ടണമായ അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾക്ക്, യേശുവിന്റെ അനുയായികൾക്ക്, ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. അന്ത്യോക്യയിൽ ശക്തമായ ഒരു സഭയുണ്ടായിരുന്നു. ബർന്നബാസും പൗലോസും ഒക്കെ ആ സഭയിലെ ശുശ്രൂഷകന്മാരായിരുന്നു. ആ സഭയിൽ നടന്ന അത്ഭുതങ്ങൾ ആ ദേശത്തെങ്ങും പ്രസിദ്ധമായപ്പോഴാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. 8, ദമസ്കോസ്. ദമസ്കോസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ പ്രവചന ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ദമസ്കോസിന്റെ വേദപുസ്തക പ്രകാരമുള്ള ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോസ്തോലനായ പൗലോസിന്റെ മാനസാന്തരവുമായി അതിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ കൊന്നുകളയുവാൻ വേണ്ടി യെരുശലേമിൽ നിന്ന് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസ് ആ യാത്രക്കിടയിലാണ് യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതും ക്രിസ്ത്യാനിയായി മാറ്റപ്പെടുന്നതും. ക്രൈസ്തവ സഭയുടെ പിൽക്കാല ചരിത്രം മുഴുവൻ പൗലോസിന്റെ മാനസാന്തരവുമായി ദമസ്കോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. 9, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ചേർന്ന് ഒരു മിഷണറി യാത്ര ആരംഭിക്കുന്നു. ആ മിഷണറി യാത്ര ആരംഭിക്കുന്നത് സിറിയയിലെ ഞാൻ നേരത്തെ പരാമർശിച്ച പട്ടണമായ അന്ത്യോക്യയിൽ നിന്നാണ്. അവിടെ സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കൈവപ്പ് കൊടുത്ത് ഇവരെ മിഷണറി യാത്രയ്ക്ക് വേണ്ടി അയക്കുന്നു. തുടർന്ന് നടന്ന 3 മിഷണറി യാത്രകൾ, ആ മിഷണറി യാത്രകളാണ് ഏഷ്യ മൈനറിലും യൂറോപ്പിലും ക്രിസ്തീയ സഭ ഉടലെടുക്കുവാൻ പ്രധാന പങ്കുവഹിച്ചത്. 10, അവസാനമായി ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. അരാമ്യരുടെ ഭാഷയായിരുന്നു അരാമൈക്. അരാമ്യ ഭാഷ യേശുക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും സംസാര ഭാഷയായിരുന്നു അരാമൈക്. ഇസ്രായേലിലെ യഹൂദന്മാരുടെ മതപരമായ ഭാഷയായിരുന്നു എബ്രായ ഭാഷ. എന്നാൽ പാലസ്തീനായിലെ ജനങ്ങളുടെ സംസാര ഭാഷ അരാമൈക് ആയിരുന്നു. സ്വാഭാവികമായും യേശുവും ശിഷ്യന്മാരും അതേ ഭാഷയിൽ സംസാരിച്ചു. മാത്രവുമല്ല, യേശുക്രിസ്തുവിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് അരാമൈക് ഭാഷയിൽ കർത്താവ് ഉപയോഗിച്ച പല പദങ്ങളും ചില വാചകങ്ങളും ബൈബിളിൽ അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. തുറന്നു വരിക എന്ന അർത്ഥത്തിൽ യഫദ എന്ന് പറഞ്ഞ വാക്ക് അരാമൈക് വാക്കാണ്. അത് അതേപോലെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബാലെ എഴുന്നേൽക്കുക എന്ന അർത്ഥത്തിൽ തബീദ കൂബി എന്ന് പറഞ്ഞിരിക്കുന്നത് അരാമൈക്കിൽ നിന്നുള്ളതാണ്. അതുപോലെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അരാമൈക്കിലുള്ളതാണ്. അത് അതുപോലെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശു നിലവിളിക്കുമ്പോൾ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറയുന്നുണ്ട്. അത് അതുപോലെ തന്നെ അരാമൈക് ഭാഷയിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് സിറിയയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സിറിയയിലെ പട്ടണങ്ങളായ അന്ത്യോക്യയും ദമസ്കോസുമൊക്കെ ക്രിസ്ത്യാനിയുടെ വിശുദ്ധ നഗരങ്ങളിൽ പെടുന്നതാണ്. ക്രൈസ്തവ സഭാചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങൾ നടന്ന സ്ഥലം. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലായിരുന്നു സിറിയൻ പ്രദേശങ്ങൾ. ഇന്ന് ആ പ്രദേശങ്ങൾ മുഴുവൻ മുസ്ലിം അധിനിവേശ പ്രദേശങ്ങളാണ്. മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ദേശങ്ങളാണ്. അവിടെ നടന്ന പല കലാപങ്ങളിലൂടെ, വംശഹത്യകളിലൂടെ, ആഭ്യന്തര കലഹങ്ങളിലൂടെ ക്രിസ്ത്യാനികൾ ലോകമെങ്ങും ആട്ടിയോടിക്കപ്പെട്ട ചരിത്രമാണ് സിറിയയ്ക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഈ സംഭവങ്ങളിലൂടെ സിറിയ പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് പലായനം ചെയ്തു പോകേണ്ടി വന്ന, അതിർ രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കേണ്ടി വന്ന ക്രൈസ്തവർക്ക് സിറിയയിലേക്ക് മടങ്ങി വരുവാനും തങ്ങളുടെ ജീവിതം അവിടെ പുനരാരംഭിക്കുവാനും സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആഭ്യന്തര കലാപത്തെ തുടർന്ന് സിറിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ പലരും അവരെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം അതിർത്തി രാജ്യങ്ങൾ പലതും മുസ്ലിം രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾക്ക് ക്രൈസ്തവരെ സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ജോർദാൻ രാജാവ് തങ്ങളുടെ അതിർത്തി തുറന്നുകൊടുത്ത് 5 ലക്ഷത്തിലധികം ക്രൈസ്തവരെ ജോർദാനിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ സംരക്ഷിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ജോർദാനിലുള്ള ആ ജനവിഭാഗങ്ങളും
തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്തായാലും സിറിയ മാറുകയാണ്, സിറിയയുടെ ഭരണ സംവിധാനം മാറുകയാണ്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ സിറിയയിലേക്കുണ്ട്. ഇസ്രായേൽ അതീവ ശ്രദ്ധയോടുകൂടെ സിറിയയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു. എന്താണ് ഇനി അവിടെ സംഭവിക്കുവാൻ പോകുന്നത്? അവിടെ ആര് ഭരണത്തിലെത്തുവാൻ പോകുന്നു? ആ ഭരണം ജനാധിപത്യ സംവിധാനത്തിലുള്ളതായിരിക്കുമോ അതോ ഒരു മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭരണമായിരിക്കുമോ നടക്കുവാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് ഈ കാര്യങ്ങൾ വീക്ഷിക്കാം. എന്തായിരുന്നാലും ഒരു കാര്യം ഓർക്കുക, സിറിയയെ നമുക്ക് മറക്കുവാനൊക്കത്തില്ല. ബൈബിളിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് സിറിയയിലെ പല പട്ടണങ്ങളും. ദമസ്കോസും അന്ത്യോക്യയും ഒന്നും നമുക്ക് മറന്നുകളയുവാൻ സാധ്യമല്ല. ദൈവം ആ ദേശത്തെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.